ഡൽഹിയുടെ ഹൃദയമിടിപ്പായിട്ടുള്ള പഴയ ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള യാത്രകൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഇലക്ട്രിക് റിക്ഷകൾ. ഇതിൽ 7-8 ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് കാണാം. ഏത് ചെറിയ വീട് വഴികളിലൂടെയും ഇവ യാത്ര ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തീരെ വീതി കുറഞ്ഞ റോട്ടിൽ കൂടിയാണെങ്കിലും ഇടവഴികളിലൂടെയൊക്കെ ഇവർ ഈ വണ്ടി കൊണ്ടുപോകുന്ന കാണാം. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പായുന്ന ഈ തെരുവിൻ്റെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ലോകാത്ഭുതമുണ്ട്, ഡൽഹി ജമാ മസ്ജിദ്. ഈ തെരുവിൽ നിന്ന് കുറച്ച് അധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ ഭാഗം മൊത്തം തെരുവ് കച്ചവടക്കാരെ കൊണ്ട് കണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു സൈഡിൽ നിന്ന് നല്ല ചിക്കൻ കബാബിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കയറി ഇറങ്ങിയതിന് ശേഷം വന്ന് നോക്കാം. മുഗൾ ചക്രവർത്തിമാരിൽ നിർമ്മാതാക്കളുടെ രാജകുമാരൻ ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ ജമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രണയത്തിന് താജ്മഹൽ പണിത പോലെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതിന് പണിതാണ് ഈ ജമാ മസ്ജിദ്. ആഗ്രയിൽ നിന്ന് തൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ ഏകദേശം 1644 അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മളിപ്പോൾ ഈ മുന്നിൽ കാണുന്ന പോലത്തെ 3 പടുകൂറ്റൻ ഗോപുരവാതിലുകളുണ്ട് ഇതിന്. ഞങ്ങൾ ഏകദേശം വന്നത് ലുഹറിൻ്റെ ടൈമിലാണ്. ആ സമയത്തുള്ള ലുഹർ ബാങ്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ചുവന്ന മണൽക്കല്ലുകളും അതേപോലെ വെള്ള മാർബിളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം ഏകദേശം 25,000 പേർക്കൊക്കെ നിസ്കരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ പള്ളീൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ അലങ്കാര വിളക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള